ഏറ്റവും നല്ല ഒരു ലെഫ്റ്റിസ്റ്റ് ഇവിടെ ഉള്ളത് സോണിയാഗാന്ധിയാണ്. ഏറ്റവും നല്ല ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത് മൻമോഹൻ സിംഗിന്റെ സമയത്തായിരുന്നു. ബിക്കോസ് എൻറ്റയർ മൻമോഹൻ സിംഗ് അത്ര ഒരു ഫാന്റാസ്റ്റിക് ഓപ്പറേഷണൽ സക്സസ് അല്ലായിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത്. അവർക്കൊരിക്കലും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല, അതിനു വേണ്ടിയുള്ള ഒരു ശേഷി ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. പാകിസ്ഥാനെ കുറിച്ച് ആ രീതി ചിന്തിച്ചു തന്നെ തെറ്റാണെന്നുള്ളതാണ്. ദേ ആർ എ ഫോർമിഡബിൾ മിലിറ്ററി ഫോഴ്സ് ബിക്കോസ് Hindu religion was also of recent origin. We are not a violent society. ഈ അവരുടെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. വാജ്പേയി used to like chicken curry and he was very humorous man. He used to talk very freely. ഏത് പീരീഡിലായിരുന്നു നമ്മുടെ ഏറ്റവും ഒരു ഗോൾഡൻ ചിറ എന്ന് പറയാവുന്നത് ഡിപ്ലോമാറ്റിക്കലി, അല്ലെങ്കിൽ കൺട്രി ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്നു? ബിക്കോസ് വി ഫേസ് കപ്പിൾ ഓഫ് വാർസ്. നമ്മൾ ഒരെണ്ണം തോറ്റു, ഒരെണ്ണം നമ്മൾ വിജയിച്ചു. ദെൻ വി ഹാവ് ബീൻ ഫേസിങ് ലോട്ട് ഓഫ് അഗ്രഷൻസ് ഫ്രം പാകിസ്ഥാൻ, എസ്പെഷ്യലി ചൈന. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത് മൻമോഹൻ സിംഗിന്റെ സമയത്തായിരുന്നു. Because he was first UPA or the entire Manmohan Singh, because actually I never thought about it, but frankly ഞാൻ ആ സംഭവം പറഞ്ഞില്ലേ ബറോക്ക് ഒബാമ വന്നെന്നുള്ളതല്ല. So he was highly respected man and he didn't have the hug diplomacy and all that, but he was a profound thinker, and that he had ideas of his own. His peer group abroad accepted it and respected him. അത് ആ സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പലതും അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പീരീഡായിരുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ചോളം. He cemented the relationship with the United States, definitely. He handled a difficult period in the relationship with Pakistan very tactfully and almost brought it to a kind of a solution, or stabilization. എത്തുന്ന സമയത്താണ് അത് because of the changes in Pakistan and all that, it lost its momentum. അതും മുഷാറഫിൻ്റെ സമയത്ത്. അപ്പോൾ അത് എടുക്കുന്നു. ദെൻ ഇക്കോണമി വി ഡിഡ് ഫെയർലി വെൽ ഇവിടെ, പോവർട്ടി ലെവലും അതും ഇതുമൊക്കെ. ആൻഡ് UPA 1 വാസ് വെരി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. ആ സമയത്തായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടെ അവരുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഒരു സെൽ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇൻപുട്സായിട്ട്. മൈ റോൾ വാസ് ഓൺലി ദാറ്റ്. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ പാർട്ടി പോളിറ്റിക്സ് കേട്ടോ. അത് I was interested in giving the intellectual inputs to it. അന്ന് സമയത്തുണ്ടായിരുന്ന പ്രകാശ് കാരാട്ടായിരുന്നു. I must clear your misconceptions. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. I had the total freedom to give him ideas and he was having his own party's calculations. That's a different matter. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞാൽ വഴി തിരിഞ്ഞു പോയി എന്ന് വെച്ചാൽ, ന്യൂക്ലിയർ ഇഷ്യൂവിൻ്റെ കാര്യം വന്ന സമയത്ത് എൻ്റെ ചിന്താഗതി എപ്പോഴും ഉണ്ടായിരുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത്, അവർക്കൊരിക്കലും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല, അതിനു വേണ്ടിയുള്ള ഒരു ശേഷി ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ ആശയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. BJPയുമായിട്ട് അവർ വരാൻ പോകുന്നില്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നല്ല മോഡലായിരുന്നു UPA 1. അതിലാണ് ഇത് വന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ ഞാനത് അടുത്ത് കണ്ടതായിരുന്നു. ആ സമയത്ത് 2009 തെരഞ്ഞെടുപ്പിൽ കണ്ടതായിരുന്നു. അവർ മുതലെടുത്തത് ശരിക്ക് ഞങ്ങൾ കൊടുത്ത ആശയമായിരുന്നു. ഈ അടുത്ത ആളുകൾക്ക് 150 ദിവസം എല്ലാ ജോലി തൊഴിലില്ലാത്ത ആളുകൾക്ക്. അതെ, സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ലെഫ്റ്റിസ്റ്റ് ഇവിടെ ഉള്ളത് സോണിയാഗാന്ധിയാണ്.
എൻ്റെ UP1 അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. ബിക്കോസ് ഷീ ഓൾവേസ് ടുക്ക് വെരി സീരിയസ്ലി വാട്ട് എവർ ഇൻപുട്സ് വി ഗേവ്. ആൻഡ് ഷീ ട്രൈഡ് ഹെർ ലെവൽ ബെസ്റ്റ് ടു harmonize the positions of the CPM, Communist parties and Congress party on the nuclear deal. എൻ്റെ അഭിപ്രായത്തിൽ ആ ഹാർമണിയിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അന്നത്തെ സർക്കാരിനകത്ത് മൻമോഹൻ സിംഗ്, ചിദംബരം അവർക്കൊന്നും ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. ആ ബന്ധം നല്ലവണ്ണം പോകാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് അത് സോണിയാഗാന്ധി ആയിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ. ആൻഡ് ഐ ഡോണ്ട് നോ ഹെർ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ അവരുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരാളല്ല, എനിക്കത് കാരണം അറിയില്ല. പക്ഷേ ഐ നോ ദ ഇൻപുട്സ് വി ഗേവ്, ദേ ഓൾവേസ് ഹാഡ്, ഞാൻ എൻ്റെ പോളിസി ടൈപ്പിലുള്ള പറയുന്നതാണ്, there was a certain receptivity on her part. She took them seriously. And on a few occasions, she even overruled Manmohan Singh. And that is what I saw. And it was a very surprising experience. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് there's a downhill process going to take place. ആ സമയം ഞാൻ പിന്നെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്? I went away my own way and started writing. ചോദിക്കാൻ ഇതാണ് സാർ, ന്യൂക്ലിയർ ഡീലിനെ അന്ന് എതിർത്തത് തെറ്റായപ്പോൾ സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ CPM? പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അമേരിക്കയ്ക്ക് ഇതൊരു റിയാക്ടർ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഇവർ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും ഇപ്പോഴത്തെ ഗവൺമെൻറ് മാറ്റുന്നു. ലയബിലിറ്റി ഡൈലൂട്ടഡ്. അത് സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ്. സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ പോകണമെന്നില്ലായിരുന്നു. അത് വേറൊരു രീതിയിൽ പ്രവർത്തിച്ചേനെ അത്. പക്ഷേ ആ സമയത്ത് സോണിയാഗാന്ധിയുടെ ബലമായിട്ടുള്ള വിശ്വാസം അതായിരുന്നു, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിച്ചു പോകേണ്ട ഒരു വിഷയമായിരുന്നു എന്ന്. എല്ലാ ഘട്ടത്തിലും പ്രണബ് മുഖർജിയുടെ അടുക്ക പറയുമായിരുന്നു, പ്രകാശിൻ്റെ അടുക്ക സംസാരിക്കാനും എല്ലാമായിട്ട്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വലിയ പ്രോഗ്രാം, അടുത്ത തിരഞ്ഞെടുപ്പ് വിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ആ പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം ആദ്യം അവതരിപ്പിച്ച സമയത്ത്, ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി, മൻമോഹൻ സിംഗ് പറഞ്ഞു നത്തിങ് ഡൂയിങ്, ചിദംബരം പറഞ്ഞു ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫൂളിഷ്, വെർ ഇസ് ദ മണി ഫോർ ഇറ്റ് എന്നായിരുന്നു അവരുടെ റിയാക്ഷൻ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സോണിയാഗാന്ധിയാണ് പറഞ്ഞത് അത് നോക്കട്ടെ എന്ന് പറഞ്ഞ്. അന്ന് വേറൊരാളുണ്ടായിരുന്നല്ലോ അന്ന് അവരുടെ അടുത്തൊരു അഡ്വൈസറായിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രഞ്ചുകാരൻ, ഒരു എന്താ അത് തന്നെ പുസ്തകമല്ല എഴുതിയിട്ടുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അവരുടെയൊക്കെ പറഞ്ഞു കാണുകയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അത്തരത്തിലുള്ള ഒരു സില്ലി ഐഡിയ ഒന്നും അല്ല, ഇത് പൊളിറ്റിക്കലി ഓൾസോ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. ഏതായാലും അവർ പിന്നെ അത് ഡയറക്റ്റ് ചെയ്തു, സോണിയാഗാന്ധി ഡയറക്റ്റ് ചെയ്തതിന് ശേഷമാണ് റിലക്റ്റൻ്റ്ലി മൻമോഹൻ സിംഗ് ആക്സെപ്റ്റഡ് ഇറ്റ്. ഇതിൽ ഈ വാജ്പേയിയും ഉണ്ട്, അദ്വാനിയും ഉണ്ട്, ഇവരായിരുന്നു ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നത്. ഈ രണ്ട് നേതാക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തെ ഉണ്ടാക്കുന്ന ഒരു ഇതെന്താണ് സർ, മോഡിയിൽ ഉണ്ടാകുന്ന ഒരു സാധനം? I don't think there is much in common with either of them, except perhaps in the largest sense of a devotion to India's interests, which Vajpayee had, in terms of that. Iraq-inde യുദ്ധത്തിൻ്റെ സമയത്ത് അത് I know it first hand, I know, because Sudhindra Kulkarni is a very dear friend of mine. ആൻഡ് ഞങ്ങൾ കാണാറില്ല, ഉണ്ട് വളരെ വർഷമായിട്ട്. അന്ന് ജസ്വന്ത് സിംഗ് അമേരിക്കയിലോട്ട് പോകാനായിട്ട് യാത്രയ്ക്കായിട്ട് വന്ന സമയത്ത്, അതിന് മുമ്പ് അദ്വാനിയുടെ വിസിറ്റ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ. ആ വിസിറ്റിൻ്റെ സമയത്ത് അമേരിക്കൻസ് ഇത് ബ്രോച്ച് ചെയ്തു ഈ സബ്ജക്റ്റ്, ഈ ഇന്ത്യയുടെ ഒരു കോംപ്ലിമെൻ്റ് അവിടെ അയക്കുന്നതിന്. ആൻഡ് അദ്വാനി ഡിൻറ്റ് ടേൺ ഇറ്റ് ഡൗൺ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അടുത്ത ജസ്വന്ത് സിംഗിൻ്റെ വിസിറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ ഫോളോ അപ്പ് തിങ്. അതിനായിട്ട് ഇദ്ദേഹം പോകുന്ന സമയത്ത്, യാത്ര തിരിക്കുന്നതിൻ്റെ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹം അറിയിച്ചു വന്നത് കണ്ടിട്ട് പോകണമെന്ന് പ്രൈം മിനിസ്റ്റർ. അങ്ങനെ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ സുധീന്ദ്ര പറഞ്ഞതാണിത് കേട്ടോ. ആ സമയത്ത് ഓൺലി വൺ പോയിന്റ്, അവർക്ക് വാക്ക് കൊടുക്കരുതെന്ന്. ഇത് ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുകയില്ലെന്ന്. സി ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ പ്രൊഫറ്റിക് ഇത്. ഇന്ത്യയിൽ ഒരിക്കലും അംഗീകാരം കിട്ടില്ല ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിനാണ്. ആൻഡ് ഹി വാസ് സ്റ്റണ്ട് ബിക്കോസ് ഹി വാസ് ക്യാരിയിങ് എ ബ്രീഫ് എക്സാക്ട്ലി ടു ദ കോൺട്രി. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. സോ സം ഓഫ് ദീസ് പീപ്പിൾ, അദ്വാനിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ നരസിംഹറാവു പോകുന്നതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, they are very different, in that sense. They are very very profound personalities. It is their life is not just about winning elections.
അതുകൊണ്ടാണ് ഞാൻ ഈ മോഡിയെ പറഞ്ഞപ്പോൾ ഐ സോ ദാറ്റ് ഓൾ ഓഫ് യു ലുക്കിംഗ് സ്കെപ്റ്റിക്കൽ. പക്ഷേ ഐ ഹാവ് നെവർ മെറ്റ് ദ പേഴ്സൺ, ബട്ട് ദാറ്റ് ഇസ് വാജ്പേയിയെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. എന്ന് വെച്ചിരുന്നാൽ അന്ന് അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു, പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആൻഡ് ഹി വാസ് ഓൾവേസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ പാകിസ്ഥാൻ മാറ്റേഴ്സ്. അപ്പോൾ ഈ 4 വർഷക്കാലം ഞാൻ അവിടെ പാകിസ്ഥാൻ ഡിവിഷൻ്റെ ചുമതലയിരിക്കുന്ന സമയത്ത് വാജ്പേയി യൂസ് ടു ലൈക്ക് ചിക്കൻ കറി. സോ എല്ലാ മാസവും അദ്ദേഹം ഞങ്ങളെ ഈ പാകിസ്ഥാൻ ഡീൽ ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ട്. ആൻഡ് ഹി ഈസ് വെരി ഹ്യൂമറസ് മാൻ, ഹി യൂസ് ടു ടോക്ക് വെരി ഫ്രീലി. അപ്പം എനിക്ക് നല്ലോണം അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ പല കഥകളും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച്. സോ ഹി ഈസ് വൺ ഡിഫറൻസ് ഈസ് ഹി ഈസ് എ വെരി ഇമോഷണൽ മാൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെരി ഇമോഷണൽ മാൻ. സോ ഈസ് ആക്ച്വലി അദ്വാനി, frankly. You may not think so, but he's a very emotional man also in such things. Like I was told by some people that ഈ ഹിന്ദി മൂവിയെല്ലാം കണ്ടിട്ട് കരയുമെന്നാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണെന്ന്. അദ്വാനി. I can't associate Modi with such thing. So so I think in that sense Modi is very different. സർ, ഈ മലയാളികളും ഈ വെസ്റ്റ് ഏഷ്യയുമായിട്ട് ഉള്ള ബന്ധം വെച്ചുള്ള ഒരു സംശയം ചോദിക്കുന്നതാണ്. മലയാളികളും വെസ്റ്റ് ഏഷ്യയിൽ പോകുന്ന ഒരുപാട് ഇതുണ്ടല്ലോ. ഇപ്പം ഈ വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് മാറുന്നു സാർ പറഞ്ഞു. ഇപ്പം ഇസ്രായേൽ തന്നെ സൗദി, UAE അങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ട് ബന്ധം ഭയങ്കര ഉണ്ടാകുന്നു. ഇതേ സമയം തന്നെ നേരത്തെ സാർ പറഞ്ഞല്ലോ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നു. അപ്പം ഇതിനകത്ത് എല്ലാം ഇന്ത്യ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു മാറുന്ന വെസ്റ്റ്? ഈ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഗാസയെക്കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരു റിവിയറ പോലെ ഒരു ഗാസ മാറ്റിയെടുക്കണമെന്നുള്ളത്. ആക്ച്വലി ഹി ഈസ് നോട്ട് ഡ്രീമിങ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ആക്ച്വലി ദെയർ പ്രോജക്റ്റ് കേട്ടോ. ഈ ഗാസയിൽ ഒരു റിവിയറ പോലെ മാറ്റിയെടുത്തിട്ട് എന്നിട്ട് ആ ഒരു ബൈഡൻ്റെ ഒരു പ്രോജക്റ്റുള്ള പറയാമോ, ഒരു വെസ്റ്റ് മെഡിറ്ററേനിയൻ യൂറോപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഇക്കണോമിക് കോറിഡോർ. ആ കോറിഡോറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണി ഇന്ത്യയാണ് തുടങ്ങുന്നത്. ഇന്ത്യയിൽ നിന്നും തുടങ്ങിയിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഹൈഫ പോർട്ടിൽ, ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ട് വഴി യൂറോപ്പിലേക്ക് പോകുന്ന ഒരു ഇക്കണോമിക് കോറിഡോറാണ്. അപ്പം ഈ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ ഫൾക്രം ഇക്കണോമിക് നെറ്റ്വർക്കിംഗ് ആണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് മിലിറ്ററി, നോ മിലിറ്ററി കണ്ടന്റ്. ശരിക്കൊരു തരത്തിലൊരു ഡീമിലിറ്ററൈസേഷൻ, അവർ ആയുധങ്ങളൊക്കെ വയ്ക്കുമായിരിക്കും കേട്ടോ. ഡീമിലിറ്ററൈസേഷൻ അത് പണം ഉണ്ടാക്കുന്ന കാര്യത്തിന്. ഡീമിലിറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ പോളിറ്റിക്സിനെ ഡീമിലിറ്ററൈസ് ചെയ്യും. ഇപ്പോഴവിടെ എല്ലാം ടെൻഷൻസ് ഇങ്ങനെ നിൽക്കുന്നില്ലേ, അത് ഡീമിലിറ്ററൈസ് ചെയ്തിട്ട് ഒരു ഇക്കണോമിക് നെറ്റ്വർക്കിംഗ് വന്നിട്ട് എ കമ്മ്യൂണിറ്റി ഓഫ് നേഷൻസ് ഓൾ ഈ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്ത്, ഇറാനിയൻ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്ത്, ഇത്തരത്തിലുള്ളൊരു വിഷനാണ് അദ്ദേഹത്തിനുള്ളത്. അത് എന്നിട്ട് അദ്ദേഹം അത് വിളിക്കുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന്. ന്യൂ മിഡിൽ ഈസ്റ്റിനെ വാർത്തെടുക്കുന്നതിൻ്റെ ഉള്ള ഒരു ശ്രമമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഹൗ ക്യാൻ ദേ എക്സ്ക്ലൂഡ് ഇന്ത്യ? ബിക്കോസ് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യ വിൽ ബി എ വെരി മേജർ കമ്പോണൻറ്റ് ഇൻ ഇറ്റ്. അതുകൊണ്ട് വി ഹാവ് ഗുഡ് റിലേഷൻസ് വിത്ത് മുസ്ലിം മിഡിൽ ഈസ്റ്റ്, വി ഹാവ് ഗുഡ് റിലേഷൻസ് വിത്ത് ഇറാൻ, വി ഹാവ് ഗുഡ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ. ആരും അതിനെ എതിർക്കത്തില്ല. ഇപ്പോൾ എതിർക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ടർക്കി ആയിരുന്നേനെ. എന്ന് വെച്ചാൽ ടർക്കി ഒരു റൈവലായിട്ട് നിൽക്കുമായിരിക്കും ഇന്ത്യയുമായിട്ട്. പക്ഷേ ടർക്കി ഈസ് നോട്ട് പാർട്ട് ഓഫ് ദിസ്, ആൻഡ് അമേരിക്കൻസ് ആർ ഓൾസോ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബ്രിങ്ങിങ് ടർക്കി ഇൻ ടു ദിസ്, ബിക്കോസ് ടർക്കി ഈസ് എ വെരി ഡിഫിക്കൽട്ട് കൺട്രി ടു ഹാൻഡിൽ. മിഡിൽ ഈസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ സൗദി നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ മോഡേണൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് ബാക്കി ഇസ്ലാമിക് കൺട്രീസിൽ അല്ലെങ്കിൽ വേൾഡ് ഓവർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ് ഇത്, the way it is getting transformed? ഇത് സൗദി അറേബ്യ ഒരു പ്രകാരത്തിൽ അവിടെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. സൗദി അറേബ്യ ഈസ് നോട്ട് എ ട്രെയിൽ ബ്ലേസർ. അവിടുത്തെ ട്രെയിൽ ബ്ലേസർ എന്ന് വെച്ചാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ സ്റ്റെം എന്ന് പറയുന്ന ഈ സയൻറ്റിഫിക് സബ്ജക്ട്സ്, ആ സയൻറ്റിഫിക് സബ്ജക്ട്സ് എടുത്ത് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ എല്ലാം എടുത്തു വരുന്ന ആ സ്റ്റുഡൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കഴിഞ്ഞ് വരുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ 70% ഇറാനിൽ പെൺകുട്ടികളാണ്. ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 3/1 പേര് മജ്ലിസിൽ സ്ത്രീകളാണ്. സോ ദോസ് ആർ കൺട്രീസ് വെയർ അവർ, പക്ഷേ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അനുവാദമില്ല, അവർക്ക് മറ്റേ ചാദറൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം, അതൊക്കെ ദറ്റ്സ് അനദർ തിങ്.
ഈ UAE എടുക്കുകയാണെങ്കിൽ UAE is completely free. Actually, you have no idea. They are very permissive society. UAE. It's a watering hole for the whole region. അങ്ങനത്തെയാണ് അവിടുത്തെ UAE ഇത്. അവർക്ക് കാർ ഓടിക്കാം, ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെസ്റ്റേൺ ഡ്രസ് ആൻഡ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്. ഇറാനിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സോഷ്യലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് സന്ധ്യ കഴിഞ്ഞിരുന്നാൽ സ്ത്രീജനങ്ങൾ വേറൊരു രീതിയിലാണ് ജീവിക്കുന്നത്. മദ്യപിക്കും, പാർട്ടികൾ, ഡ്രസ് ചെയ്യുന്നത്, സ്മോക്കിംഗ്, എവറിത്തിങ് ഈസ് ദെയർ. സോ സൗദി അറേബ്യ ശരി അവിടെയുള്ള ഒരു ഈ കരുത്തുള്ള കാര്യത്തിൽ വളരെ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ അവിടെ പലതവണ പോയിട്ടുള്ളതാണ്, ബാക്ക്വേർഡായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ അനാവശ്യമായിട്ടാണ് ഈ സ്ത്രീകൾ ആണുങ്ങളുമായിട്ട് പുരുഷന്മാരുമായിട്ട് പന്ത് കളി കാണാൻ പോരുത്, എന്തിനാവശ്യത്തിനാണ്. ഇപ്പോഴതൊക്കെ തന്നെയാണ് അനുവദിച്ചു കൊടുക്കുന്നത്. അവിടെയുള്ളൊരു കുഴപ്പമുള്ളത് അവിടുത്തെ ഈ വഹാബി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ റൂളിംഗ് എലീറ്റ് ഹൗസ് ഓഫ് സൗദിയിലെ ഫാമിലി, റോയൽ ഫാമിലി, അവരത് ദേ ഡെയർ നോട്ട് ഡു ദാറ്റ്. എന്നുവെച്ചാൽ അവരുടെ സാങ്ക്ടിറ്റിയാണ് ഇവർക്ക് ആവശ്യമുണ്ട്. ആ സാങ്ക്ടിറ്റിയാണ് ഇവരെ ഈ കസ്റ്റോഡിയൻ ഓഫ് ദ ഹോളി പ്ലേസസ് എന്ന് പറഞ്ഞുള്ള ആ സ്ഥാനമാനം ഉള്ളത്. അതാണ് അവരുടെ പവർ ഫൗണ്ടൻ ഹെഡ്. സോ യു മസ്റ്റ് സീ ദ പവർ സ്ട്രക്ചർ അവിടെയുള്ളത്. ഓട്ടോക്രാറ്റിക് റെഷീം, ബട്ട് അറ്റ് ദ സെയിം ടൈം റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ബാക്കിങ് വേണം. അത് എല്ലാത്തിലും ഒരു റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അങ്ങനെയുള്ളൊരിതാണ്. അത് കാരണം അവർ വഹാബി എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഈ ഇസ്ലാമിക് ഇത് വഹാബി എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അപ്പോൾ അവരുടെ ഇതിൽ ഇതൊന്നും പാടില്ല എന്നുള്ളതായിരുന്നു, ഹറാം എന്നുള്ളതാണ്. ഇതൊന്നല്ല ഇങ്ങനെ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നതും അതും ഇതുമൊക്കെ. ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന അതൊക്കെ അദ്ദേഹം റിമൂവ് ചെയ്യുകയാണ്. ഹീസ് ആക്ച്വലി എ വെരി വെരി വിഷണറി മാൻ. റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ സപ്പോർട്ട് ഇദ്ദേഹത്തിനുണ്ടോ? ആരുടെ റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ സൗദിയിലെ എലീറ്റ് റിലീജിയസ് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അൺടെസ്റ്റഡ് തിങ്. പക്ഷേ ഐ ഹാവ് എ ഫീലിംഗ് ദറ്റ് അവർ റിലീജിയസ് റൂൾ എന്ന് പറഞ്ഞാൽ അവരെയും എന്താ പറയുന്നത്, അവരെയും വശത്താക്കാനുള്ള രീതികളുണ്ട് കേട്ടോ. because most of them are live very corrupt lives, so they can be compromised and like that, so ആ രീതിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ he wouldn't go like this. പക്ഷേ as you have noticed ഒരു വലിയ ഡിപ്പാച്ചർ ഉണ്ടായിട്ടുണ്ട്. പത്രങ്ങളിൽ വരാറുണ്ടോ എന്തോ, വലിയ ഡിപ്പാച്ചർ ഉണ്ടോ? അത് ആക്ച്വലി എ തിങ് ഓഫ് പ്രൊഫൗണ്ട് സിഗ്നിഫിക്കൻസ് ടു ദി ഇസ്ലാമിക് വേൾഡ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദയർ. നെതന്യാഹു അവിടെ മെനയാന്നും നല്ലവന്നോളോ വാഷിങ്ടണിലുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, ഫോക്സ് ന്യൂസ് ഇറക്കിയിരുന്നു. ഞാനത് വായിച്ചു, ഞാനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. അപ്പോഴത് ഇഫ് യു ഗിവ് മീ യുവർ ID, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ വിൽ സെൻഡ് യു ദി തിങ്സ്. ആ സന്ദർശത്തിൽ അതിൽ വരുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം ഇദ്ദേഹം പറഞ്ഞു അവർ അറ്റാക്ക് ഓൺ ഇറാൻ. എന്നിട്ട് ഒന്ന് ഇതായിട്ട് ആക്ച്വലി യു ഷുഡ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഇപ്പോൾ പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ നമ്മൾ ചിത്രീകരിക്കുന്ന അദ്ദേഹം ഒരു ബഫൂണാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതൊന്നും അല്ല കേട്ടോ. നോ ഹീസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദാറ്റ് കേട്ടോ. അത് പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1980 റൊണാൾഡ് റീഗൻ പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ ഒരു പേജ് ഒരു ആൾ, ഒരു ബിസിനസ് മാൻ ഫ്രം ന്യൂയോർക്ക് വിലക്കെടുത്തിട്ട് അഡ്വർടൈസ്മെൻ്റായിട്ട് എടുത്തിട്ട് അതിൽ ഓൺലി തീസിസ് ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ പ്രസിഡൻറ്റ് റീഗൻ. ഈ റഷ്യയെ ശത്രുതാ മനോഭാവത്തോടെ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുള്ളവരാണ്, ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവം വെച്ച് ഈ കോൾഡ് വാറും എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നതെന്നുള്ളത് എഴുതിയ ആരാണെന്നറിയാം? കക്ഷി ഡൊണാൾഡ് ട്രംപ്. $98,000, ഏതാണ്ട് $1,00,000 ആയിരുന്നു അന്നത്തെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ വില. ആലോചിച്ച് നോക്കും. 45 വർഷം മുമ്പ് ആകുമ്പോഴത്തേക്ക് ഈ മനുഷ്യന് 35-40 ഇടയിലുള്ള വയസ്സായിരുന്നു ഞാൻ കണക്കൂട്ടിയപ്പോൾ കേട്ടോ. 2015 ഇത് ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ, അപ്പോൾ ഇദ്ദേഹം സത്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന ഈ ബിസാർ എന്ന് പറയുന്ന ആശ്രയങ്ങൾ ഇതുള്ള ഈ ഇറാനെക്കുറിച്ചും എല്ലാം പറയുന്നത് ഇതൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുള്ള ചിന്താഗതികളാണ്. അതിൻ്റെ അവസരങ്ങൾ കിട്ടുന്നതാണ് അവർക്ക്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കറിയാൻ ചിലതിന് സമയം എത്തിയിട്ടുണ്ട്, നിമിത്തമുണ്ട്. ആ നിമിത്തം ഇല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചാൽ അത് നടക്കുകയില്ല. അങ്ങനെയുള്ളൊരിതാണ്. ഇപ്പോഴദ്ദേഹം പ്രവർത്തിക്കുകയാണ് അതിനായിട്ട്. ഈ ചിന്തകളെല്ലാം അതിൽ കാണുന്നുണ്ട് അതിൽ. അപ്പോഴിതിൽ
ഈ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇദ്ദേഹം ഈ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് നെതന്യാഹുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് വന്നിട്ട് ആ വീഡിയോ നല്ല ഒരു വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു വീഡിയോ ആണത്, ആ ഫോക്സ് ന്യൂസിൻ്റെ. ഇത് പെട്ടെന്നൊന്ന് അറച്ച് നിന്നിട്ട് പറഞ്ഞു, നോ ഐ ഷുഡൻ കോൾ ഇറ്റ് ആൻ അറ്റാക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ പത്രക്കാരൊക്കെ പറയുകയാണ്, എന്നിട്ട് പറയുകയാണ്, ബിക്കോസ് വിത്ത് ദാറ്റ് വി സോൾവ് ദ ന്യൂക്ലിയർ ഇഷ്യൂ. മനസ്സിലായോ എന്താണെന്ന്? അതായത് ഇത് ഇന്ന് ബോംബിട്ട് കഴിഞ്ഞിരുന്നാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓബ്ലിറ്ററേറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്. ഇനി ഈ ന്യൂക്ലിയർ പ്രശ്നം ഇറാനും അദ്ദേഹത്തിന് നല്ലോണം അറിയാം, ഇത് ബോംബുണ്ടാക്കുന്ന ഒരു രാജ്യമല്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിനെതിരായിട്ട് ഫത്വ ഉണ്ട്. അതുമാത്രമല്ല അവരുടെ മിസൈൽ കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് ഡിറ്ററൻറ്റ് കേപ്പബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി ബോംബ് കൊണ്ടൊന്നും ചെയ്യാനില്ല, അത് ഷെൽഫിൽ വെച്ചേക്കാനേ ഉള്ളൂ. അതിനായിട്ട് ഇതിന് പണം മുടക്കാനൊന്നും ഇറാനിയൻസ് പോകാൻ പോകുന്നില്ല, അവർക്ക് പണവും ഇല്ല അത്ര കയ്യിൽ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് നല്ലോണം അറിയാവുന്നതാണ്. ഇതേവർ കിം ജോങ് ഉണ്ണിനെ കണക്കുള്ള ഒരാളുകളല്ല ഈ പെർഷ്യൻസ്. ദേ ആർ വെരി സട്ടിൽ, വളരെ ബുദ്ധിമാന്മാരാണ്. അപ്പോൾ ഇത് ട്രംപിന് നല്ലോണം അറിയാം ഇവരത് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇസ്രയേലീസ് ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരും കാലക്രമം, ഒരു ടൈം ആൻഡ് അഗൈൻ ന്യൂക്ലിയർ ഇഷ്യൂ അതൊന്നും പറഞ്ഞ് അവിടുത്തെ വലിയ ഇതുണ്ടാക്കുക, ഈ ടെൻഷൻ പെർപെച്വേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ടും ആരായിരുന്നു ചരിത്രം. അപ്പോൾ ഇദ്ദേഹം ഈ ഘട്ടത്തിൽ വന്നിട്ട് പറഞ്ഞതാണ്, ആക്ച്വലി വി ഹാവ് നോ ഇഷ്യൂ നൗ, ദാറ്റ് ഇഷ്യൂ ഈസ് സോൾവ്ഡ്. ആലോചിച്ച് നോക്കൂ, ദാറ്റ് ഇഷ്യൂ ഈസ് സോൾവ്ഡ്. ഈ ന്യൂക്ലിയർ ഇഷ്യൂവിനെ ചർച്ചയില്ല. സോ വി ആർ ആക്ച്വലി ഇറാനിയൻസ് ഹാവ് ടോൾഡ് us ഓൾസോ ദാറ്റ് വി ഷുഡ് പ്രിപ്പയർ എ പേപ്പർ. അറിഞ്ഞോ ഇത് പത്രത്തിൽ വന്ന് കാണത്തില്ല? വി ഷുഡ് പ്രിപ്പയർ എ പേപ്പർ, കോംപ്രിഹെൻസീവ് പീസ് എഗ്രിമെൻറ്റ്, അമേരിക്കയും ഇറാനും തമ്മിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ കണക്കുള്ള മറ്റേ ഉള്ള ഒരു നെറ്റ്വർക്ക്, അതിൻ്റെ ഹബ് ഈസ് ഫൾക്രം ഇക്കണോമിക് കോഓപ്പറേഷൻ, ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി ട്രാൻസ്ഫർ, കണക്ടിവിറ്റി. ഇതാണ് അതിൻ്റെ പില്ലേഴ്സ്, 4 പില്ലേഴ്സ്. സാർ, ഈ നേരത്തെ പറഞ്ഞ ഈ മൾട്ടിപോളർ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു ഇത് വരുന്നു എന്ന് പറയുമ്പോഴും, ഈ അമേരിക്ക ഇത്തരം സാധനങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ, അമേരിക്കയ്ക്ക് അവരുടെ ഒരു ലെഗസി ഉണ്ടല്ലോ, അവരുടെ ഒരു അഗ്രഷനും അവരുടെ ഡോമിനൻസിൻ്റെയും, പിന്നെ ഈ ട്രംപിൻ്റെ ഒരു നിലപാടുകൾ, ഞാൻ പറഞ്ഞ ഈ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാതെയല്ല. അപ്പോൾ അത്തരം ഒരു ഇതിനകത്ത് അമേരിക്ക അത്ര പെട്ടെന്ന് ഒരു യൂണിപോളർ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറും. നോട്ട് അറ്റ് ഓൾ ഓപ്റ്റിമിസ്റ്റിക് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ മനുഷ്യന് ഇനി 3.5 വർഷമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ബൈഡൻ കണക്കുള്ള ഒരാളോട് വരികയാണെങ്കിൽ, അത് വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഈസ്, ഇതെല്ലാം ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കണക്കാണ്. ഈ നിയോകോൺസ് എന്ന് പറയത്തില്ലേ, ഈ ലിബറൽ ഇതെല്ലാം പറയുന്നത്, ഒരു തരത്തിൽ ഐസനോവറിൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. ഐസനോവറിൻ്റെ ഫെയർവെൽ സ്പീച്ചിലാണ് ആദ്യമായിട്ടാണ് ഐസനോവർ ഈ പദം ഉപയോഗിക്കുന്നത്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഫ്യൂച്ചറിൽ അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ത്രെറ്റ് ഇതായിരിക്കും, ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന്. അവരുടെ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ ഈ ആംസ് ഡീലേഴ്സ്, അത് വിൽക്കുന്നവർ, ഇൻ്റലിജൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അവരുടെ ഇലക്ഷൻ എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവാണ്. അതിനെ ഫ്യൂവൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാൾ സ്ട്രീറ്റിൽ ഉള്ള പ്രമാണിമാരാണ്. അതിൻ്റെ ഒരു ഘടകമാണ് ജൂയിഷ് ലോബി. ഇതൊക്കെ കൂടെയാണ് ഉള്ളത്. അപ്പം ക്ലാസിക്കലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്, ക്ലാസിക്കൽ മോൾഡിലുള്ള ഒരു പൊളിറ്റീഷ്യന് ഇതിനെ വയലേറ്റ് ചെയ്താൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രംപിനെതിരായിട്ട് കണ്ടോ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ്, ഐ റീഡ് ന്യൂയോർക്ക് ടൈംസ് എവരി ഡേ. ന്യൂയോർക്ക് ടൈംസിൽ അദ്ദേഹത്തിന് ഫേവറബിളായിട്ടൊരു പീസ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കളിയാക്കുക, പരിഹസിക്കുന്ന ഒരു രീതിയിൽ, അദ്ദേഹത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് മുഴുവനും. CNN ഈസ് ഓൾസോ മോസ്റ്റ്ലി ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊക്കെ മറ്റവരുടെ ആയിട്ട് ഈ നിയോകോൺ ലിബറൽ ഗ്ലോബലിസ്റ്റ് ആ ഒരു ആക്സിസിൽ ഉള്ളതാണ് ഈ സംഗതികൾ. ഇദ്ദേഹത്തിൻ്റെ കണക്കുള്ള ഇപ്പോൾ ഇദ്ദേഹം വലതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാമല്ലോ. പക്ഷേ സീ ദ കോalition he has built up. He has built up a coalition which is very contradictory. വർക്കിംഗ് ക്ലാസ് അതിൻ്റെ ഒരു ഭാഗമാണ്, മിഡിൽ ക്ലാസ്സും അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇദ്ദേഹം ഇത് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റെയിൻബോ കോalition. അത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ട്രംപ് തന്നെ വേണം. അതാണ് അതിലൊരു കാര്യം. ആൻഡ് 2004 തൊട്ട് 2017 വരെ അദ്ദേഹം അപ്രൻറ്റീസ് എന്നുള്ള റിയാലിറ്റി ഷോ നടത്തി.
എന്താണെന്ന് വെച്ചിരുന്നാൽ ഓരോതിലും സെഗ്മെൻറ്റിലും ജയിക്കുന്ന കക്ഷിക്ക് അദ്ദേഹം $2.5 ലക്ഷം കൊടുക്കും. എന്നിട്ട് 1 വർഷം കൊടുക്കും. ആ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയും കൊടുക്കും. അത് നല്ല രീതിയിലെടുക്കാൻ ബിസിനസ്മെന് മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അടുത്ത വർഷം വീണ്ടും അതിൽ വരും, ആ പ്രോഗ്രാമിൽ വരും, അതിൽ റിസൾട്ട് വെച്ചുകൊണ്ട് അങ്ങനത്തെ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എ ഫാന്റാസ്റ്റിക് സക്സസ് ഇൻ അമേരിക്ക. അമേരിക്കയുടെ ഇതിൽ ദാറ്റ് വിന്നിങ് സ്ട്രീക്ക് ഈസ് എ വെരി മെസ്മറൈസിങ് തോട്ട്. അതുപോലെ ഈ സിന്ദൂർ ഓപ്പറേഷൻ ഇന്ത്യയുടെ ഒരു വലിയ സ്ട്രാറ്റജിക് മിലിറ്ററി ഒരു മുൻതൂക്കം കിട്ടിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേറൊരു ഫലം എന്ന് പറയുന്നത് ഈ കാശ്മീർ ഇഷ്യൂ വീണ്ടും ഇൻ്റർനാഷണലൈസ് ചെയ്യാനും ഈ നമ്മുടെ സിംല അക്കോർഡ് അതിൻ്റെ ഒരു വാലിഡിറ്റി പോകുന്നതിലേക്കും ഒക്കെ നയിക്കുകയൊക്കെയല്ലേ ചെയ്തത്. അത്തരത്തിൽ അതൊരു ഇന്ത്യക്കൊരു തിരിച്ചടിയല്ലേ ശരിക്കും? ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഐ ഡോണ്ട് മച്ച് കെയർ ഫോർ ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ. അത് ആ രീതിയിൽ പോയതിനെക്കുറിച്ച് എനിക്ക് വലിയ നിരാശയുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അത് അധികാരത്തിലിരിക്കുന്ന സമയത്ത് പല കണക്കൂട്ടലുകളും ഉണ്ടാവും അല്ലേ? ആ രീതിയിൽ മാത്രമേ നമ്മൾ കണക്കൂട്ടിയാൽ മതി. താങ്കൾ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. ഈ ടെററിസം എന്ന് പറയുന്നതിന് തന്നെയും ഈ റൂബ്രിക് ഉണ്ടല്ലോ ടെററിസം, അതിൻ്റെ തന്നെയും പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് എന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തില്ലേ ഈ സിറിയയിലെ പുതിയ ജൊലാനി വാസ് ദ മോസ്റ്റ് നൊട്ടോറിയസ് കില്ലർ ഇൻ ദ ഇസ്ലാമിക് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് അൽഖൈഡയിലും ഉണ്ടായിരുന്ന ആളാണ്. അയാളെ കൈകോർത്തില്ലേ. അപ്പം ദേ ഓൾ യൂസ് ദീസ് പീപ്പിൾ സോ വേർ ഇസ് ടെററിസം? എന്നിട്ട് ഇപ്പോൾ കണ്ടോ ഇതിൽ ടെററിസത്തിൻ്റെ കാര്യത്തിൽ കണ്ടോ, ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബ്രിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, പഹൽഗാമിനെ കണ്ടം ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേ നോബഡി റെഫേഴ്സ് ടു പാകിസ്ഥാൻ. ഈ സ്റ്റേറ്റ്മെന്റ് ലഷ്കർ-ഇ തോയ്ബ മെൻഷനില്ല. കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ലഷ്കർ-ഇ തോയ്ബ ജയ്ഷെ മുഹമ്മദ് ഉണ്ടായിരുന്നു, ഈ സ്റ്റേറ്റ്മെന്റിൽ അതുമില്ല. അത് പറയുമ്പോഴാണ് സാർ ഈ സംശയം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമസി ഒരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ പേൽഗാം അറ്റാക്ക് വരുമ്പോൾ ഇന്ത്യ ഭയങ്കര ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ. ഇന്റർനാഷണൽ ഡിപ്ലോമസി നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു കുഴപ്പമുള്ളത് ഈ പാകിസ്ഥാൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇന്ത്യൻ ഡൊമസ്റ്റിക് പോളിറ്റിക്സ് അതിൽ കടന്നുകൂടും. അത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളതിനെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്തില്ലായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഇതയക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാൽക്കുലേഷൻസ് വേറെ രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ ജോലി തന്നെ തെറിച്ചു പോകും, അത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ. അതിന് നമ്മൾ രണ്ട് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ബ്യൂറോക്രാറ്റായിരിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടി വരും. അതൊക്കെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലെങ്കിൽ വേണ്ട ബ്യൂറോക്രസിയിൽ നിൽക്കണ്ട. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഈ രീതിയിലൊരു നിലപാടെടുത്തതിന് ശേഷം ഒബ്ജക്റ്റീവായിട്ട് നോക്കൂ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് നോക്കൂ. കൈകാര്യം ചെയ്താൽ അത് പൊളിറ്റിക്കലായിട്ട് ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാകുമോ? ഇല്ല. ഇന്ന് വരെ നമ്മൾ ആരെയും പിടിച്ചിട്ടില്ല ഇത് ചെയ്തിട്ടുള്ള ആളുകളെ. കണ്ടോ? അത് തന്നെ കാണിക്കുന്നത് വേറെ നമുക്ക് ചില ഡെഫിഷ്യൻസീസും ഉണ്ടായിരുന്നു നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും മറ്റും. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ അസസ്മെൻറ്റിൽ അത്ര ഒരു ഫാൻറ്റാസ്റ്റിക് ഓപ്പറേഷണൽ സക്സസ് അല്ലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് എൻ്റെ അസസ്മെൻറ്റിൽ. പാകിസ്ഥാനെക്കുറിച്ച് ആ രീതി ചിന്തിച്ച് തന്നെ തെറ്റാണെന്നുള്ളതാണ്. ദേ ആർ എ ഫോർമിഡബിൾ മിലിറ്ററി ഫോഴ്സ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതാണ് മിക്കവാറും ഈ ബംഗ്ലാദേശിൻ്റെ സമയം വരുന്ന സമയത്ത് അവർക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇത് വളരെ ദൂരെ കിടക്കുന്ന ഒരു പ്രദേശത്ത്, ഇന്ത്യയുടെ അടുത്തൂടെ കടന്നു പോകേണ്ട ഒരു പ്രദേശത്ത് അവർ with their back against the wall. ബാക്കിയുള്ള എല്ലാ യുദ്ധങ്ങളും എടുക്കുന്ന സമയത്തേക്ക് ഇത് ശരിക്കും ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രോ ആയിരുന്നു. സോ ഇറ്റ്സ് നോട്ട് എ സില്ലി ഫെലോ
They are a formidable military power. പാക് ഡിപ്ലോമസിയിലെ ഏത് ഭാഗത്താണ് നമുക്ക് പിഴച്ചു പോയത്? കാരണം നമ്മൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം വാജ്പേയിയുടെ സമയത്ത് നമ്മൾ ഈ ബെസ്റ്റ് ഡിപ്ലോമസി വരെ എത്തി, ഇതൊരു വളരെ ഹങ്കി ഡോറി ആയ ഒരു സിനാറിയോ ആണ് എന്നൊരു ഇംപ്രഷൻ കിട്ടുന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് കാർഗിൽ ഹാപ്പൻസ്, ദെൻ ഇറ്റ് ഗോസ് ഓൺ. ആ സമയത്ത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആ സമയത്ത് അതിൽ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് സാബട്ടാഷ് ചെയ്യുന്ന എലിമെൻറ്റ്സ് അതിൽ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് എന്താണെന്നുള്ള കാര്യം. പക്ഷേ അത് പാകിസ്ഥാൻ ഓൾസോ ഈസ് എ ലിവിങ് ബീയിങ് കേട്ടോ. അവർക്ക് വളരെ നല്ലോണം അറിയാം ഇന്ത്യ മുന്നോട്ട് വളരെ വേഗത്തിൽ കുതിച്ചു പോകുന്നതാണ്. ഓരോ ദിവസവും അവരും നമ്മളും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ ആശയങ്ങളിൽ അങ്ങനെ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളവർക്കൊരിതുണ്ട്. പിന്നെ ഇറ്റ്സ് എ ഫെയിലിംഗ് സ്റ്റേറ്റ് ആൻഡ് there is a very big body of opinion that if you have good relations with India, including in the military, that they can live better. Who doesn't want to live better? അല്ലേ? അപ്പോൾ അതിൽ ഈ അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ ഈ മറ്റേ ഈ മുഷാറഫും മൻമോഹൻ സിംഗും തമ്മിലുള്ള കോജിറ്റേഷൻസിൽ ഈ കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ച ഒരു ഘട്ടം വരെ എത്തിയില്ലേ? അതിനുശേഷം അവിടെ മാറ്റങ്ങൾ വന്നിട്ടാണ് അത് ഫ്രോസൺ ആയതും. അതിൻ്റെ ത്രെഡ്സ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നത് അതിൻ്റെ ത്രെഡ്സ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. അത് പിക്കപ്പ് ചെയ്താൽ ഇപ്പോഴത്തെ പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൊരുത്തപ്പെടും. ശരി, അതിൽ ഒന്നുകൂടെ ചോദിക്കട്ടെ, ആസ് എ ഡിപ്ലോമാറ്റ് സാറ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഈ കശ്മീരീസിന്റെ ഒരു സെന്റിമെന്റ് എങ്ങനെയാണ്? പെർട്ടിക്കുലർലി വിത്ത് POKs എല്ലാ ദിവസവും ടെറർ അറ്റാക്ക് നടക്കുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള മോഡി ഗവൺമെൻറ് ഡിസിഷൻസിനും ശേഷം ആർട്ടിക്കിൾ 360ക്ക് ശേഷം അവരുടെ ഒരു സെൻറ്റിമെൻ്റ് എന്താണ് ഈ വിഷയത്തിൽ? അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർട്ടിക്കിൾ 370 തെറ്റായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. നമ്മൾക്ക് കാര്യമായിട്ട് അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ ഏലിയനേഷൻ ഈസ് സച്ച്, സെക്യൂരിറ്റി സിറ്റുവേഷൻ ഈസ് സച്ച് ദാറ്റ് അത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ അവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് യു വിൽ ഹാവ് ടു ഷവ് ഇറ്റ് ഡൗൺ ദെയർ ത്രോട്ട്. ഏലിയനേഷൻ ഈസ് എ റിയാലിറ്റി അവിടെ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാൻ അവകാശമില്ല. അത് അവരുടെ നാടാണ്, അവരുടെ ചരിത്രമാണ്, അവരുടെ സംസ്കാരമാണ്, അവരുടെ മതമാണ്, അല്ലേ? അപ്പോഴതനുസരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തുടരുന്ന രീതിയിൽ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ശ്രമിക്കേണ്ടത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ അവിടെ. പിന്നെ അതിന് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് തടസ്സങ്ങളുണ്ട്. ഇത് പാർട്ടി വാഗ്ദാനം ചെയ്തതാണ് ആർട്ടിക്കിൾ 370 ചെയ്യണം, അത് പൂർത്തീകരിക്കണം, അത് കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പോവല്ലേ. പക്ഷേ അത് ഇറ്റ്സ് എ റൂട്ട് ടു നോ വെയർ എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ ഇൻ്റഗ്രേഷനുള്ള വേറെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇൻ്റഗ്രേഷൻ ഡെഫിനറ്റായിട്ട് നടക്കും ഓവർ എ ലെങ്ത് ഓഫ് ടൈം ഇഫ് യു ഗിവ് ദം ഓട്ടോണമി. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഈസ് ബെറ്റർ ഓഫ് ഇഫ് ഇറ്റ് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. സാർ പറഞ്ഞിട്ടുണ്ട് അത് കാശ്മീർ ഇഷ്യൂവിൽ ഇന്ത്യ ഈസ് ഫോക്കസ്ഡ് ഓൺ മാനേജിംഗ് ദ സിറ്റുവേഷൻ rather than resolving it. Yes, absolutely. So what do you think is the permanent solution? A permanent solution is this, whether it is Stalin, whether it is Kashmir, whether it is Mamata Banerjee, I think the solution lies in this, that let 100 flowers bloom, because we are all stakeholders in India now. ഇപ്പം ഇന്ത്യ ഇല്ലാതാവുകയാണെങ്കിൽ എന്തോന്ന് സ്ഥിതിവിശേഷം ഇവിടെ? ഇറ്റ് ഈസ് absolutely chaotic. We will be slitting each other's throat, അല്ലേ? സോ ഇന്ത്യ ഈസ്, അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇത്രയും വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് brought about a national integration, and our commitment is like, I think of myself as a Malayali, but in a situation where there is a question mark over the existence of India, then I look at it like an Indian. Any person in India would look at it like this. So commitment is not to be this thing. എൻ്റെ പ്രത്യേകിച്ചുള്ള ചിന്ത ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം, because you all may be party sympathizers, but there is no justification for treating Muslims like this. And there is no it's not state promoted. I am prepared to agree that that a kind of a rowdyism, let me put it like this, there is no other way to explain, that is happening in the villages and outside. What is the need for it? And a country can never be optimal if it excludes such a large component of its society. It's common sense, it is.
And I have dealt with these countries, and I have dealt with this people belonging to this religion professionally and so on. Their commitment to India is not to be questioned at all, you know. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ആൻഡ് സംബഡി മസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്, യു നോ, ആൻഡ് ദെൻ ഗിവ് ദം an autonomy, trust them, give them an autonomy. Ultimately, I've seen Kashmir unit was my charge. I know fairly well what is the assurance that we gave to them when they joined India. പ്ലബിസിസ്റ്റ് നടത്തണമെന്നോ, സ്വയംനിർണയാവകാശം നടത്തണം, അതിലെ കൊടുത്ത വാഗ്ദാനം അതല്ലായിരുന്നോ? ആ വാഗ്ദാനം നമ്മൾ പൂർത്തീകരിച്ചോ? Actually, the thing is, starting from Sheikh Abdullah's time, we've been drawing the line from Delhi, that you do this, you do that, and if you don't do this, you go to jail. You know, this is the way it happened. അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് BJP-യുടെ തെറ്റെന്നല്ല, ഇത് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് എ മെസ്സപ്പ് നൗ. ആൻഡ് ദ ഏലിയനേഷൻ ഈസ് എ ഗ്രൗണ്ട് റിയാലിറ്റി. ആ ഗ്രൗണ്ട് റിയാലിറ്റി ഉള്ളിടത്തോളം കാലം ഇത് പരിഹരിക്കാൻ പോകുന്നില്ല കേട്ടോ. ഈ സിന്ദൂറിൻ്റെ ഒരു ഇതിൽ തന്നെ, ഈ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഈ പാർലമെൻ്ററി ഡെലിഗേഷൻസിനെ അയച്ചിരുന്നത്. എനിക്ക് രണ്ട് ചോദ്യമാണുള്ളത്. അതിൽ ഒന്ന്, ഈ പാർലമെൻ്ററി ഡെലിഗേഷൻസ് പോയതിൽ എന്തെങ്കിലും വിജയമുണ്ടോ? രണ്ട്, ഈ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരു വലിയ പാർലമെൻ്ററി ഡെലിഗേഷൻ, പ്രത്യേകിച്ച് US അതുപോലുള്ള രാജ്യങ്ങളിലെല്ലാം പോയത്. ആ ശശി തരൂരിന് അത്തരത്തിൽ പോയി അത്തരം ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞോ, അതോ അതൊരു പാർട്ടി പൊളിറ്റിക്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ? പാർലമെൻ്ററി ഡെലിഗേഷൻസ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ ഒരിടത്ത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കി അയച്ചുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെസ്റ്റ് അഡ്രസ്ഡ് ഇൻ എ സിസ്റ്റമിക് വേ. പ്രയോജനപ്പെടുത്താൻ പറ്റും. പക്ഷേ ഫോർ ഇൻസ്റ്റൻസ് ഈ സർക്കാർ എടുക്കുകയാണെങ്കിൽ തന്നെ, ഈ സർക്കാരിൽ അതിൽ വിശ്വാസമില്ലായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തന്നെ അത് ഏതാണ്ട് ശോഷിച്ച് നശിച്ചുപോയി. ഈ പാർലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധം അത് സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് ആശയവിനിമയം നടത്താൻ പറ്റും അവർക്ക്. അപ്പം ഡെലിഗേഷൻസിന് അയക്കേണ്ടതെന്ന് ആവശ്യമില്ല, അവരിവിടെ വരും, അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യാമായിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ട്രക്ചർ, അങ്ങനെയുള്ള സ്ട്രക്ചറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, കുറേ പാർട്ടികളെ സൈലൻസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അവരെ അയക്കുന്നു. അവർക്ക് ഫോറിൻ അലവൻസും കൊടുത്ത് അയക്കുന്നു. അവർ ഫസ്റ്റ് ക്ലാസ് എയർ ട്രാവൽ, 5 സ്റ്റാർ ലക്ഷറി, അവർ പോയിട്ട് തിരിച്ചു വരുന്നു. പിന്നെ അവരാരെങ്കിലും പറയുമോ ഇത് സർക്കാരിനെതിരായിട്ട്? അപ്പോൾ ഈ UN ബ്യൂറോക്രാറ്റായിരുന്ന ശശി തരൂരിൻ്റെ ഒരു റോൾ എങ്ങനെയാണ് സാർ കാണുന്നത് ഇതിനകത്ത്? ശശി തരൂരിൻ്റെ കരിയർ is actually as a PR man. He handled public relations in United Nations. He was not a negotiator. And his experience in political diplomacy is zero. പിന്നെ അത് മാത്രമല്ല, ഈ രാജ്യങ്ങളിൽ ഈ ഡെലിഗേഷൻ ഇപ്പോൾ ശശി തരൂർ അവിടെ ചെന്നുകൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ അവർ അവഗണിക്കാൻ പോകുന്നു? ഇല്ല. അപ്പോൾ അവർക്ക് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, പാകിസ്ഥാനായിട്ടുള്ള ബന്ധം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതുവരെ പാകിസ്ഥാനെ വിമർശിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ശശി തരൂർ അവിടെ ചെന്നുകൊണ്ട് ശേഷം എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? സർ, പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇന്ത്യൻ പൊസിഷൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തരൂർ വിജയിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശശി തരൂർ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അവരുടെ ഡൽഹി താമസിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകാൻ പറ്റും ശശി തരൂരിൻ്റെ ജീവിത രീതി ഏത് രീതിയിലാണെന്ന്. അയാൾ തന്നെ ഇവരെ എൻ്റർടൈൻ ചെയ്യും, പത്രക്കാരെ എൻ്റർടൈൻ ചെയ്യും. ഏത് പത്രത്തിൽ വേണമെങ്കിലും ശശി തരൂറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഇടാൻ ശശി തരൂറിന് ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ ഡെയിലി ഫോട്ടോഗ്രാഫ് ഇടാൻ പറ്റും. സോഷ്യൽ പേജസും അതും ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ശശി തരൂർ ഈസ് എ വെരി യുണീക്ക് പൊളിറ്റീഷ്യൻ ഇന്ത്യയിൽ. പുള്ളിയുടെ തന്നെ ഒരു PR വർക്ക് ആയിരിക്കും അല്ലേ ഒരു പക്ഷേ? തീർച്ചയായിട്ടും ഈസ് എ PR വർക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴെന്തെന്നാണ് പറയുന്നത് ഇവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരണമെന്നുള്ളതാണെന്ന്. സോ ഹീസ് പ്രോബബ്ലി ബിൽഡിംഗ് അപ്പ് ഹിംസെൽഫ് ഫോർ ദാറ്റ് പർപ്പസ് നൗ. I don't know. Earlier I thought that he was actually going to defect to BJP. So അതൊരു ഡിപ്ലോമാറ്റിക് മിഷൻ എന്നുള്ളതിലുപരി ഒരു പൊളിറ്റിക്കൽ മിഷൻ ആയിരുന്നു എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ? Definitely he is actually, the thing is he's carrying a brief for himself. A brief about himself. That was his mission, you know. And people who know him all agree with that. He is that kind of a thing. He is madly in love with himself. സാറിന്റെ കോൺവെർസേഷനിൽ പലപ്പോഴും സിവിലൈസേഷൻ സ്റ്റേറ്റ് എന്നുള്ളൊരു യൂസേജ് ഇപ്പൊ കേൾക്കുന്നുണ്ടായി. ഒരു രാജ്യത്തിന്റെ ഹിസ്റ്ററി, ട്രഡീഷൻസ് എത്രമാത്രം അതിന്റെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു റോള് വഹിക്കുന്നുണ്ട്? See, first of all, നമ്മളൊരു അങ്ങനത്തെ ഒരു രാജ്യം അല്ലായിരുന്നല്ലോ. നമ്മളൊരു we became a political entity fairly recently.
ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആവുന്നത്. പക്ഷേ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വാസ് ബൈൻഡിങ് അസ് ടുഗെദർ? It was, in my opinion, it was not Hindu religion also, because Hindu religion was also of recent origin. Maybe at best you can say in 100 years time span it came up in India like that. But going back beyond that, there is a fabric which is a collective consciousness, a corpus of values, and all this, and a kind of an identity in the landmass, living a certain way of life. Vegetarianism, for example, it's how many countries have got this sort of a addiction to vegetarianism, so this is all part of it like that. Appa adellam kuda kondu there is a stream of consciousness in the mind, of a continuing entity through millennia, adayirunno. But as a nation state we were formed very recently. So that is the trait of a civilization state. Its reaction, I can honestly tell you that that this is reflected in all of us, in one way or another, in different situations and different contexts. This one, we think differently. We think very differently, and if you analyze it, you will find that is only because of the Indianness. There's no other way you can explain it. So that is actually the trait of a civilization state. Chinese have it. Now, I mentioned about Dalai Lama. They are not pressing for it because in their consciousness, time is measured in a different way. It is not in terms of small capsules of 10 years, 50 years. It is the capsule is much bigger, and things will work out eventually. And I'm sure with regard to the border problem also, they are sitting like that because it will work out its own way eventually, എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം. But certainly their concept of time and space is very uniquely Chinese. And in India's case also, it is actually speaking, when you look at it in certain ways, ours also is like this. When I say that the trait is for managing a problem, it is a similar trait of concept of time. Concept of time is different. Maybe, when we say it has to be solved, everything has to be solved. But you tell Narasimha Rao, he would say that no, these are things which have to be worked out over time. And time will solve some of these issues. So, it's a civilizational trait. I can't claim that I represent Indian civilization as Narasimha Rao would. He's immersed in such scholarship, such erudition. ഈ സിവിലൈസേഷൻ സ്റ്റേറ്റ്സിനെല്ലാം ഒരു കോമൺ ട്രേറ്റ് ഉണ്ടാവോ? ഇത് തന്നെ ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, ഉണ്ട്. ഡിഫറെന്റ് ട്രേറ്റ്സ് കാണും. that will be formed on the basis of historical experiences, because for instance, we are not a violent society, like Russia, for example. We didn't have such horrible experiences as China went through. China also didn't have that sort of a thing, but China had other problems, like Turks, if you take, it's another, you can say another civilization state, but it's extremely violent, and eduthayattakarana, adu avarude oru trait aanu adu. Persians edukkaanengil avaru they would rather solve a problem through their guile, their deception, and their skullduggery, all that, and that is their civilizational trait, because they know they are weak in terms of muscle, military coercion.